പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷമുണ്ട്. സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. വാർപ്പൂണി, തേപ്പൂണി, പെയിന്റിങ് ഇതെല്ലാം കൊണ്ട് നടക്കുന്ന ഒരു കാലം. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കലോത്സവം പഠിപ്പിക്കാനും പോലും ഇത് നമ്മുടെ വന്ന സ്ഥലമാണ് കുവൈത്ത് അതിനെ കിട്ടുന്നില്ല. കുവൈത്ത് എത്തിന് ഞാൻ സ്വപ്നം കണ്ടില്ല, എത്തിയോന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടാ. അങ്ങനെ നടക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു മറിമായത്തിനൊരു ചാൻസ് ഉണ്ട്, വെറുതെ ജസ്റ്റ് ചെറിയൊരു വേഷം ചെയ്യാൻ. അപ്പം മറിമ 2-3 കൊല്ലമായി വന്നു, വലിയ വമ്പ പരിപാടിയല്ലേ. ഞാൻ പറഞ്ഞു നമുക്ക് പറ്റൂലപ്പാ, നീ വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയാണ്. അപ്പം ആ ഫ്ലോറിൽ ഇങ്ങനെ എത്തി. ഇതുപോലത്തെ 2 ലൈറ്റ് ഉണ്ട്, 2 ക്യാമറ ഉണ്ട്. മണികണ്ഠൻ പട്ടാഭിയെ നേരിട്ട് കാണുന്നത് നമ്മൾ സിനിമയിലും സീരിയലൊക്കെ കണ്ടല്ലേ. നിയാസ് ബക്കർ, കോയക്ക, സന്തോഷമായി. ആ ഫോണൊന്നുമില്ല, കൈമ ഫോണൊന്നും 10 കൊല്ലായി തോന്നുന്നു, 5-8-9 കൊല്ലായി. അപ്പോൾ മറ്റേ ഫോണാണ്, മറ്റേ ഇതൊന്നും ചിത്രമൊന്നും വരാത്ത. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു അസിസ്റ്റന്റ് ഡയറക്ടർ ഇങ്ങോട്ട് വന്നേ, ആടെ ചെറിയൊരു വേഷം ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു യാത്രക്കാരനാണ്, KSRTC യാത്രക്കാരനെ ആടെ പോയിട്ട് ഒരു പേര്, ഏതെങ്കിലും നാട്ടിലെ പേര് ചോദിച്ചിട്ട് ബസ്സിൽ എത്ര മണിക്ക് വരുന്നു ചോദിച്ചിട്ട് വിട്ടോളണം, പിന്നെ ആടെ നിൽക്കാൻ പാടില്ല. ഞാൻ ഇപ്പോൾ തന്നെ പോയിക്കോളാം, എനിക്ക് ടെൻഷനായി. അല്ല പറ്റൂല, ഇപ്പോൾ അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞ കടലാസിൻ്റെ വായിക്കാൻ വെച്ചു. കടലാസൊന്നുമില്ല, അത് നിങ്ങൾ സിറ്റുവേഷനിൽ പറഞ്ഞാൽ മതി. അപ്പം നിയാസ് ബക്കർ കോയക്കാണ് മുമ്പിലില്ല, ഓരോടെ ചോദിക്കണ്ട്. അപ്പോൾ എന്താ ചോദിക്കുന്നില്ല, നിങ്ങൾ റെഡിയല്ലേ പറഞ്ഞു. ഞാൻ അപ്പുറം നിൽക്കുന്നത്, തലമൊരു ചാക്കും കെട്ടി വെച്ചു. എന്താ ഇത് പഴത്തിൻ്റെ കൊലയാണ്. ഓ, ഒരു കുപ്പായി തന്നു, ലുങ്കി തന്നു, കെട്ടി. പിന്നെ അസിസ്റ്റന്റ് പറഞ്ഞു ആക്ഷൻ പറയുമ്പോൾ സമയത്ത് പോയിക്കൊള്ളണം, പിന്നെ അവിടെ ഒന്നും പറയണ്ട. ഓ ശരി, ഞാനവിടെ റെഡി ആയിരുന്നു. നിയാസ് ബക്കർ അദ്ദേഹം പറഞ്ഞ വൈറ്റിലേക്ക് പോകുന്ന ബസ് 10:30 പുറപ്പെടുന്ന എന്നാ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഞാൻ വരണ്ടാന്ന്. സ്റ്റാർട്ട് ക്യാമറ റോളിങ് ആക്ഷൻ. സൈലന്റ് ആണ്, ആളെല്ലാം എന്നെ നോക്കി. ഇതാ സാധനം അറിയില്ലോ, ഞാൻ ആരാന്നറിയില്ലോ. ആട് നോക്കുന്നു. ഞാൻ അടുത്ത് വന്നു, നിയാസ്ക അതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. എവിടെയാ പോകേണ്ട ചോദിച്ചു. ബേഡെടുക്ക, ബദ്തെടുക്ക, ബന്തെടുക്ക, വടിയെടുക്ക, കൊടുക്ക സെറ്റിലെ ബസ് അങ്ങോട്ട് കായ്ക്കല്ല മുകളിൽ സീറ്റ് പിടിക്കാൻ. കട്ട് കട്ട് കട്ട്. ലൈറ്റ് ഓഫ്, കംപ്ലീറ്റ് ഓഫ് ആക്കി, ക്യാമറ ഓഫ് ആക്കി. അസിസ്റ്റന്റ് എൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ആ ലൈറ്റ് ഓഫ് ഒക്കെ ഒരു ഗുണം ചെയ്തു. എന്ന് വെച്ചാൽ ഇരുട്ടത്തായത് എന്നെ അങ്ങനെ പെട്ടെന്ന് കാണുമല്ലോ. ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ഇരുട്ടായി എനിക്ക് കുറച്ച് വെളിച്ചം വേണം എന്നെ കാണുന്നത്. ഞാൻ ചിരിക്കുമല്ലോ ഞാനെപ്പോഴും. അപ്പം ഞാൻ ചിരിക്കും, പല്ല് കെട്ടിട്ട് തന്നു. എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ബേഡെടുക്ക, ബദ്തെടുക്ക, ബന്തെടുക്ക, വടിയെടുക്ക, കൊടുക്ക. ഈ ബേഡെടുക്ക, ബദ്തെടുക്ക, ബന്തെടുക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്ഥലമാണ്. കാസർഗോഡ് ഉണ്ടാവില്ലടാ, അവർക്കറിയാം ആ നാട്ടിലെ സ്ഥലം. വടിയെടുക്ക, കൊടുക്ക, ഒരു കൊഴുപ്പിന്, ഒരു എന്റർടൈൻമെന്റ് കൂട്ടിയാന്ന് പറഞ്ഞു. എന്റർടൈൻമെന്റ് കൂട്ടുക, നിങ്ങൾ ഒന്നും മനസ്സിലായിട്ടാ. നിങ്ങൾ ഭാഷാ ശൈലി ഒന്ന് മാറ്റിയിട്ട് നിങ്ങളിപ്പം പറയണം. അപ്പം ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇതെങ്ങനെയാണ് നമ്മളെ ഭാഷയിൽ പറയല്. നിങ്ങൾ എന്താണ് മുകളിൽ കയറ്റി എന്ന് പറഞ്ഞ സാധനം? കായ്ക്കൊല, പഴത്തിൻ്റെ കൊലയാണിത്, അതാണ് നമ്മൾ കായ്ക്കൊല എന്ന് പറയല്. അതെല്ലാം ഒന്ന് മാറ്റി പിടിച്ചതെന്ന് പറയുമ്പം ഞാൻ നിയാസ്ക വിളിച്ചു. അവനത് പറയട്ടെ, ചിലപ്പോൾ പുതിയൊരു രീതിയായിരിക്കാം, അല്ല പുതിയ ശൈലിയായിരിക്കാം, അത് പറഞ്ഞോട്ടെ, നോക്കാം. അവർക്ക് നിയാസ്ക ഉറപ്പ് കൊടുത്തു. ആടെ തുടങ്ങിയാന്ന്. അപ്പോൾ അത് ആൾക്കാരെ കണ്ട് എൻ്റർടൈൻമെൻ്റ് ആക്കി. അങ്ങനെ മറിമായത്തിൻ്റെ കുടുംബത്തിൽ എത്തിയോണ്ട് മാത്രമാണ് ഇന്ന് ഈ സ്പേസിലെത്തിയത്. മണിയേട്ടനായാലും നിയാസ്കായാലും അല്ല സ്നേഹക്കായാലും സലീംക്കായാലും ഷോർണും എല്ലാവരും വിനോദോട്ടായാലും നമ്മൾ ബന്ധമാണ്, കുടുംബമാണ്. ആ സ്നേഹത്തിൻ്റെ ആ ബന്ധത്തിന് വലിയ ഈടെത്താൻ പറ്റി വലിയ മഹാഭാഗ്യമായിട്ട് കാണുന്നു. പ്രിയപ്പെട്ടവർ, ഏറെ സ്നേഹം ഇപ്പം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ എത്തി എന്നുള്ളതും നിങ്ങളിങ്ങനെ കാണാൻ നിറഞ്ഞ വേദിയിൽ കാണാൻ കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ്. ഏറെ സ്നേഹം പ്രിയപ്പെട്ടവർ, ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. പോയിക്കോട്ടെ അപ്പുറം.